വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി നോയിഡ അതിർത്തിയിൽ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാവുന്നു. സംയുക്ത കിസാൻ മോർച്ചയെ കൂടാതെ ഭാരതീയ കിസാൻ പരിഷത്ത്, ഭാരതീയ കിസാൻ യൂണിയൻ, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവരും പ്രക്ഷോഭത്തിലുണ്ട്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ സ്ഥലമേറ്റെടുത്തപ്പോൾ ഭൂമി നഷ്ടമായ കർഷകർക്ക് മാന്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ് ഇപ്പോഴത്തെ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്കും ഇതുവരെ യോഗി സർക്കാർ തയ്യാറായിട്ടില്ല. പകരം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും പ്രതിഷേധക്കാരെ തടസ്സപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികളാണ് UP പോലീസും ഡൽഹി പോലീസും എടുക്കുന്നത്. ഏകദേശം 160ഓളം കർഷകരെ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് നടപടികളിൽ കർഷക സംഘടനകൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. സമാധാനപരമായി സമരം നടത്താനുള്ള ഭരണഘടനാവകാശത്തിൻ്റെ ലംഘനമാണ് നടക്കുന്നതെന്നും കോടതി ഇടപെടണമെന്നും ഭാരതീയ കിസാൻ പരിഷത്ത് പ്രസിഡന്റ് രാകേഷ് ടിക്കായത്ത് ആവശ്യപ്പെട്ടു. വരുന്ന 7 ദിവസത്തിനുള്ളിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് കർഷകർ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച കൺവീനർ ജഗജിത് സിംഗ് ദല്ലേവാൾ നവംബർ 26 മുതൽ നിരാഹാര സമരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സമരം ഇപ്പോൾ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദല്ലേവാളിനെ ഇപ്പോൾ പോലീസ് അനധികൃതമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹേബിയസ് കോർപ്പസ് കേസുമായി കർഷകരുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കനൌരി അതിർത്തിയിൽ സമരം ചെയ്യുകയായിരുന്ന ദല്ലേവാളിനെ പോലീസ് പഞ്ചാബിലെ ലുധിയാനയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോലീസിൻ്റെ ഈ ഇടപെടലാണ് കർഷകരെ രോഷാകുലരാക്കിയത്. നേരത്തെ കർഷകർ നടത്തിയ ഐതിഹാസിക സമരത്തിന് പിന്നാലെ വിവാദ കാർഷിക ബില്ലുകളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഉത്തർപ്രദേശിലായിരുന്നു. അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിക്കാണ് ഇവിടെ കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. UPയിൽ നേരിട്ട തിരിച്ചടി തന്നെയാണ് 400 സീറ്റുകൾ പ്രതീക്ഷിച്ച NDAയ്ക്ക് വലിയ ഇടിവുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം സംസ്ഥാന നിയമസഭയിലേക്ക് ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 9ൽ 7 സീറ്റുകൾ NDAയ്ക്ക് നേടാൻ സാധിച്ചിരുന്നു. ഇത് ആശ്വാസം പകർന്നുവെങ്കിലും ഇപ്പോൾ നടക്കുന്ന കർഷക സമരം പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അത് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ഭയം യോഗി ആദിത്യനാഥിനുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടിയായതോടെ ശ്രദ്ധയോടെ നീങ്ങാൻ കേന്ദ്ര സർക്കാരിനും UPയിലെ യോഗി സർക്കാരിനും തീരുമാനിക്കേണ്ടി വരും. കർഷകരുടെ കൂട്ടായ്മ സർക്കാരുകളിൽ വലിയ സമ്മർദ്ദമാണ് ഉയർത്തുന്നത്. അവരുടെ ആവശ്യങ്ങളെ കണ്ടില്ലെന്നടിക്കാൻ യോഗി ആദിത്യനാഥിനും നരേന്ദ്രമോദിക്കും സാധിക്കില്ല. കർഷകർക്ക് അനുകൂലമായി തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഡിസംബർ 6-ന് വീണ്ടും ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കാനാണ് സംഘടനകളുടെ തീരുമാനം.